പക്ഷെ വാഷിംഗ് മെഷീനിൽ തുണിയിടുന്നതാ പാട്. ചുരുണ്ട് കൂടിയിട്ട് ഈ സാധനം ഇങ്ങോട്ട് വലിച്ചിട്ട് വരണ്ടേ? ഒരു കഷ്ടം അത്. ഓ, ഇതാരാണാവോ ഈ സമയത്ത്? ആ ശരി, എന്തൊക്കെയുണ്ട് വിശേഷം? ആ താത്ത, എന്ത് വിശേഷം താത്ത? നല്ല വിശേഷം. അവിടെയോ? ഇവിടെ എന്ത് വിശേഷം? ഇങ്ങനെയൊക്കെ പോകും. ചോറും കറിയൊക്കെ ആയി. ഞാൻ എന്താ വാഷിംഗ് മെഷീനിൽ തുണി അലക്കിയത് മൂടിക്കൊണ്ടിടാൻ വെച്ചിട്ട് നിന്നാ. അപ്പോഴേക്കാണ് ഇപ്പം നിന്റെ കോള് വന്നത്. എന്തേ മീൻ വാങ്ങിച്ചാ? മീനൊന്നും കിട്ടിയില്ല, പച്ചക്കറി തന്നെ. അപ്പോൾ പിള്ളേർക്ക് പറ്റണ്ടേ, 2 മുട്ടയൊക്കെ വാങ്ങി പൊരിക്കാന്ന് വെച്ചിട്ട്. താത്ത, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചാണ്. മറ്റന്നാൾ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. മറ്റന്നാളോ? എന്തേ, എന്താ പെട്ടെന്ന്? എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല, വെറുതെ വരെന്നെ. ശരി, വാ. പിള്ളേർ വരുന്നുണ്ടോ? പിള്ളേരൊന്നും ഇല്ലാത്ത. പിള്ളേരിനെ ഒന്നും കൂട്ടിയിട്ട് വന്നാൽ ശരിയാവില്ല. കാരണം നബിദിനത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ കൂട്ടി വന്നിട്ട് എന്താ ഇപ്പം കാര്യം? ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാൻ വെച്ചിട്ടാ. ആ ശരി, വാ. ആ പറയുമ്പോലെ നീ വരുമ്പോഴില്ലേ ഷെറി, നിന്റെ പച്ച സാരി ഇല്ലേ, അതൊന്ന് കൊണ്ടുവരുമോ? ഏതാ? ലൈറ്റ് പച്ചയോ? നല്ല പരിപാടി ഉണ്ടാ? അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ടേ. വേറെ എന്തെങ്കിലും വേണോ? വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി. ഇനിയിപ്പോൾ ഇതിനായിട്ട് ഇനിയിപ്പോൾ സാരി ഒക്കെ എടുക്കാനൊന്നും എനിക്ക് വയ്യ. വെറുതെ പൈസ എന്തിനാ കളയണം? അത് ശരിയാ. കാലത്ത് അങ്ങോട്ട് വിളിക്കാം ഞാൻ മറ്റന്നാ. ശരി ശരിട്ടെന്നാ, വിളിക്കേ. ഓക്കെ, ശരിയാക്കാം. എന്നാ വെച്ചോ, പണി നടക്കട്ടെ. താത്ത, താത്ത, ഇതെന്താ ആരെയും കാണുന്നില്ല? ഈ വാതിലൊക്കെ തുറന്നിട്ട് എവിടെ പോയി ഇരിക്കുക? താത്ത, ഇതെന്താ ഒരു മനുഷ്യന്റെ കുട്ടീനെ കാണാൻ? ഇതൊക്കെ അവിടെ പോയി ഇരിക്കുക, പിള്ളേരും ഇല്ല. താത്ത, വാതിലും തുറന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. നീ വന്നടി. ഞാൻ എന്താ വേസ്റ്റ് കൊട്ടാൻ പോയതാടി. ഞാൻ വിളിയോട് വിളി. ഇങ്ങനെ വാതിൽ തുറന്നിട്ടിട്ട് പുറകിലൊക്കെ വന്നാ വല്ല കള്ളന്മാർ വന്നാൽ അറിയുമോ? ഓ, കള്ളന്മാർ വരും. ഈ കാലം വരെ ഇല്ല, പിന്നെ കള്ളന്മാരൊന്നും വരില്ല. അവിടെ ചുറ്റോട് ചുറ്റും വീട്ടുകാരും എല്ലാവരും ഉള്ളതല്ലേ. ഞാനിപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ പോയി വെച്ചിട്ട്. പിള്ളേരെ ഒന്നും കൊണ്ടുവന്നില്ല. ആരെ നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് വന്നു? ഞാൻ പറഞ്ഞില്ല താത്ത, പിള്ളേരിനെ ഒന്നും ഇതാവില്ല. നബിദിനത്തിന്റെ പരിപാടി എന്തോ ഒക്കെ ഉള്ളതാണ്. ഞാനിപ്പോൾ ഒന്ന് വേഗം വന്നിട്ട് പോവാ വെച്ചിട്ട്. നിങ്ങൾ കണ്ടിട്ടും കുറേ ആയില്ലേ, അതാ വന്നു. ഉള്ളിക്ക് ഇവിടെ നിൽക്കണം. പണിയൊക്കെ ആയ താത്ത? പണിയൊന്നും ഇല്ലടി വേണ്ടെന്ന്. ഇന്നലെ ജാസ്താത്തന്റെ മകളും മരുമാനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കിളിയേ. അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നു. എന്താ ചെയ്യാ, അവർക്ക് എന്തായാലും ഒരു വിരുന്ന് കൊടുക്കണ്ടേ. എപ്പോ? ഇന്നലെ വൈകിട്ടാ?
എന്നിട്ടോ എന്ത് ചെയ്ത്? ഇത്തിരി കോഴി വാങ്ങിച്ച് വെളിയിൽ നിന്ന് അവരുടെ കടയിൽ നിന്ന് യാക്കൂബ്ക്കാൻ്റെ കടയിൽ നിന്ന് പൊറോട്ടയും വാങ്ങിച്ച് ഇത്തിരി നെയ്ച്ചോറും വെച്ച് പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ വെച്ചിട്ട് അത് ചെയ്തു. അതോട് കുറച്ച് തന്നെ കഴിച്ചുള്ളൂ, ബാക്കി അങ്ങനെയുണ്ട്. പിന്നെ അതൊക്കെ മതിയെന്ന് വെച്ചിട്ട് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. കറിയും ഇറച്ചിക്കൂട്ടാനും എല്ലാം ഉണ്ട്. ശരി, എനിക്ക് നടക്ക്. ശരി, നീയും വാ. ഞാനും വരാം. ചായ വെക്കണ്ടേ? ചായ നിൽക്ക് വെക്കാം, നല്ല വെക്കവാ. ചെറിയ സാരി ഉണ്ടോ? നീ മറന്നാ? ഇന്ന് കാലത്ത് വിളിച്ചു ഞാന്. ഓ, ഞാൻ കൊണ്ടുവന്നു. ഇതല്ലേ പറഞ്ഞു നോക്ക്, ഇതല്ലേ. ബ്ലൗസ് ചിലപ്പോൾ കുറച്ചൊന്നും അഴിക്കേണ്ടി വരും കേട്ടാ. അയൺ ചെയ്യണം. കുറഞ്ഞായി ഞാൻ എടുത്തിട്ട്. ഇതന്നെ പറഞ്ഞു. ഓ, അഴിക്കൊന്നും വേണ്ട, അങ്ങനെ തടിച്ച് ഇതായിരിക്കല്ലേ അഴിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അയണൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കഴിച്ച നീ വല്ലതും? കഴിച്ചിട്ടപ്പം വന്നത്? കഴിക്കേ അല്ല, ഉണ്ട് അവിടെ. ഇത് കഴിക്കാന്നാ. ഞാൻ കഴിച്ചാത്താ, കഴിച്ചിട്ടാ വന്നു. ചായ വെക്ക്. ശരി, ചായ വെക്കാം ഞാൻ. പറയടി, എന്തൊക്കെയാണ് നിന്റെ വിശേഷം? എന്തൊക്കെയാണ്? എന്ത് വിശേഷം താത്താ? നല്ല വിശേഷം തന്നെ, കുഴപ്പമൊന്നുമില്ല. അവനോ പണിയൊക്കെ ഉണ്ടാ? പോയിട്ടില്ല. പണിയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എവിടെയോ വർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പം അതിപ്പോൾ ഇനി തുടങ്ങണം വർക്ക്. പാലെവിടുന്നാ വാങ്ങിക്കുന്നത്? കുഴപ്പമില്ലേ പാല്? ഇവിടെ അതിർക്കാതിർക്കാൻ്റെ അവിടെ നിന്ന് വാങ്ങിക്കുന്നത്. നല്ല പാലല്ലേ, കുപ്പിയുടെ അവരിവിടെ കൊണ്ട് വെച്ച് തരും. ഓ, പാലൊക്കെ കിട്ടാൻ ഇപ്പം എന്താ, നല്ല പാലൊക്കെ കിട്ടണമെങ്കിൽ പ്രയാസം തന്നെ. എത്ര വെള്ളമാണ് ചേർത്തിട്ടത് പാലിന്, പച്ചവെള്ളം തന്നെ പറയാം. ഇത് പക്ഷെ കുഴപ്പമില്ല കേട്ടാ, നല്ല കട്ടിയൊക്കെ ഉണ്ട്. ഇത്തിരി പഴംപൊരി ഉണ്ടാക്കാനേ നമുക്ക്. എന്തായാലും ചായക്ക് കടിയൊന്നുമില്ലല്ലോ. അതൊക്കെ വേണാത്ത, ഒന്നും വേണ്ട, ചായ മാത്രം മതിയല്ലോ. അത് സാരമില്ലടി, കാലി ചായ കുടിക്കണ്ടേ, വേഗം ഉണ്ടാക്കാം. ഇക്ക വിളിച്ചാത്ത? വിളിച്ചടി, രാവിലെ നേരത്തെ വിളിച്ചു. ഇനി ഉച്ചയാകുമ്പോൾ വിളിക്കും, സംസാരിക്കാം. അപ്പോൾ പിള്ളേരെന്തിനൊക്കെ ഉണ്ട് പരിപാടിക്ക്? പാട്ടും ദഫൊക്കെ ഉണ്ടോ? പരിപാടിക്കൊക്കെ ഉണ്ട്. ഒന്ന് പാട്ടിനുണ്ട്, രണ്ടെണ്ണം ദഫിനും ഉണ്ട്. അതുകൊണ്ട് ഒഴിവില്ല, പിള്ളേർ വീട്ടിലൊന്നേ ഇല്ല. ഇതെന്താ താത്ത, ചട്ടിക്ക് എന്താ പറ്റി? ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ചയാണ്, 8-10 ദിവസം മുൻപ് പഴംപൊരി ഉണ്ടാക്കി. ഞാൻ ഇതുപോലെ ഉണ്ടാക്കി, എണ്ണ താഴെ പോയി, എണ്ണ ഈ ചട്ടിൻ്റെ സൈഡിലായിട്ട് തീ പിടിച്ച് ചട്ടി ഫുള്ള് എണ്ണയോട് കൂടി കത്തിയതോട് കൂടിയിട്ട് കറുപ്പൊക്കെ പോയി കിട്ടി. ചകിരി കൊണ്ട് അരച്ചടിച്ച് പോകാത്തത് തീ പിടിച്ചപ്പോൾ മൊത്തം പോയി. ഇനി ഒരിക്കൽ കൂടി അങ്ങോട്ട് പിടിച്ചാൽ മൊത്തം കാര്യമായിരുന്നു. ശ്രദ്ധിക്കണ്ട ആട്ടാ, നീ ശ്രദ്ധിച്ചില്ല അതന്നെ. എന്തൊക്കെയാ താത്തായിട്ട്? ഒന്നും ഇല്ലടി, മൈദ തന്നെ, ഇത്തിരി പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് ദോശമാവൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല പഫായിട്ട് ഇങ്ങനെ കിട്ടും.
ഇപ്രാവശ്യം 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ വിചാരിച്ചാണ്. ആ ഓണം ലീവ് എങ്ങനെയും പോയി. നെടുതിരും ഓണം ഒക്കെ കൂടി ഒരുമിച്ച് വന്നില്ലേ, എന്താ ചെയ്യുക. ഒഴിവുള്ളപ്പോൾ 2 ദിവസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട്. മഴ വന്നൂലേ. ഇപ്പം വരാനും പോകാനും ഇപ്പം നമുക്ക് ആരാണ് ഉള്ളത്? ചെറിയ നമുക്ക് നമ്മളല്ലേ ഉള്ളൂ. ചെറിയ ചായ ചെറിയ അതിലിട്ടല്ലോ അല്ലേ. നിൽക്ക്, ഞാൻ ഗ്ലാസ് എടുത്തിട്ട് വരാം. വേണ്ടാത്ത എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ മതിട്ടോ, കുപ്പി ഗ്ലാസ് ഒന്നും എനിക്ക് വേണ്ടേ, എനിക്ക് പറ്റില്ലേ. ഇതെന്താ അവിടെ ഗ്ലാസ് ഉണ്ടല്ലോ, മതി. ഇരിക്കാം. ഇനി മധുരം കുറവുള്ളവരുണ്ട് അല്ലേ ശരി. അവിടെ നേരെ പഴുത്തിട്ടില്ല, അതാ നമുക്ക് കഴിക്കും. ഇത്തിരി കുറവുണ്ട് താത്ത, കുഴപ്പമില്ല. അധികം മധുരം കഴിക്കാതിരിക്കണ തന്നെയാണ് നല്ലത്. മുമ്പ് നമുക്ക് വെച്ച് തരില്ല തേങ്ങാച്ചോറ്, അത് തിന്നാൻ തോന്നിയിട്ട് വയ്യാത്ത. നെയ്യ് അമ്മ വെക്കണ പോലെ വെക്കുമല്ലോ. എനിക്കൊരു ദിവസം വെച്ച് തരണം കേട്ടോ, അത് പൂതിയാവുക കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനെന്താണ്, ഇന്നുണ്ടാക്കണ? ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കടി, കുഴപ്പമൊന്നുമില്ലല്ലോ, വേഗം ഉണ്ടാക്കാം. ഇന്നൊന്നും വേണ്ടാത്ത, പിള്ളേരിൻ്റെ വീട്ടിൽ വരില്ലേ ഇനി 2 ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഉണ്ടാക്കിയാൽ മതി. കുട്ടികൾക്കും കഴിക്കാമല്ലോ. അപ്പം ഞാൻ എത്ര വെച്ചാലും അത് ശരിയാവില്ല. നീ വെച്ചാൽ ശരിക്കും ഉമ്മ ഉണ്ടാക്കണ പോലെ തന്നെ. ശരി, എന്നാൽ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരില്ലേ, അപ്പം ഉണ്ടാക്കാം. എനിക്കും കഴിക്കാമല്ലോ, ഞാനും കുറേ ആയി ഉണ്ടാക്കിയിട്ട്. താത്ത, എനിക്കൊരു വർക്ക് തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ, അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ താത്ത, ഒന്ന് തിരിക്കാൻ വേണ്ടിയിട്ട്? അതെന്താ അപ്പം നീ മിനിയാന്ന് പറഞ്ഞില്ലേ ഞാൻ വിളിച്ചപ്പോൾ? അപ്പം അറിഞ്ഞില്ല താത്ത, ഇന്നലെയാണ് മൂപ്പര് പറഞ്ഞത്. ഞാനിനിപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങോട്ട് വരികയല്ലേ, അപ്പം നിൻ്റെ അടുത്തൊന്ന് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാ. അത് കഴിഞ്ഞിട്ട് കിട്ടിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആയിരത്തേലും ഒന്ന് തിരിക്കാലോ, അത് വിചാരിച്ചിട്ടിരുന്നു. എത്രയാ വേണ്ടത്? 50,000 താത്ത ആവശ്യം. ഒരു 10-15 രൂപ ഒക്കെ കയ്യിലുണ്ട്, ബാക്കി 35,000 രൂപ വേണം. കയ്യിൽ പൈസയൊന്നും ഇല്ലാട്ടാ. വന്നിട്ടിപ്പോൾ നീ ഇനി എങ്ങനെ തിരിച്ചു വിടുക? സ്വർണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ, കൊണ്ട് വെച്ചോ, പണയം വെക്കി. എത്രയ്ക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇപ്പം അതിന് തന്നെയല്ലേ. കൊണ്ടുപോയിട്ട് വെച്ചിട്ട് എന്താ ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഇവിടെ വന്നിട്ട് വിഷമിക്കൊന്നും വേണ്ട, ഇല്ല വെച്ചിട്ട്. എന്താ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കിട്ടാണ്. എനിക്കറിയാം താത്ത, താത്താക്ക് എന്നെ എന്തായാലും വെറുതെ പറഞ്ഞു വിടാൻ പറ്റില്ല. നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ താത്ത, ഞാനതിങ്ങനെ ഓരോ ദിവസം ആലോചിക്കുക. എന്താ പറയാനാ ഷെറി, നമുക്ക് ആലോചിച്ചിട്ടിപ്പോൾ എന്താ കാര്യം? നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രായത്തിൽ തന്നെ ഇപ്പോൾ അവർ നമുക്കില്ലാണ്ട് ആവുമോ? ഒക്കെ പടച്ചോൻ്റെ ഓരോ വിധി എന്നല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക? അതൊന്നും നീ വിഷമിക്കണ്ട കേട്ടാ. നമ്മളെപ്പോഴും ഈ വരവും പോക്കും ഒക്കെ എപ്പോഴും ഉണ്ടാവണം ഷെറിയെ. ഉമ്മയും വാപ്പയൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ കൂടപ്പറപ്പുകൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വരവും പോക്കും വിടിയോ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും ആവാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഒരേ ചോരയല്ലേ ഷെറിയെ, ഉമ്മാൻ്റെ സ്ഥാനത്തല്ലേ ഞാൻ. ഇനി എന്താവശ്യം വന്നാലും എൻ്റെ അടുത്ത് വരണം കേട്ടാ. ഇല്ലല്ലോ ഉമ്മയില്ലല്ലോ വാപ്പയില്ലല്ലോ എന്നുള്ള സങ്കടമൊന്നും എനിക്ക് പറ്റില്ല. ഞാനും ഒക്കെ എല്ലാവരും ഉണ്ട്. എനിക്ക് എന്താവശ്യം വന്നാലും നീ ചോദിക്കുക, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്കിപ്പോൾ ചോദിക്കാൻ നീ മാത്രമേ ഉള്ളൂ.
വിഷമിക്കൊന്നും വേണ്ടടി, എല്ലാം ശരിയാവും. ഒക്കെ നമ്മുടെ വിധി, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. പഠിച്ചോ നമുക്ക് നല്ലൊരു ജീവിതം തന്നില്ലേ, അതിൽ അവർ സന്തോഷിക്കുന്നുണ്ടാവും.